നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹെവൻ ന്യൂസ് ലൈവ്. ഇന്നത്തെ പ്രധാന വാർത്ത: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച പരിശുദ്ധ കർമ്മല മാതാവിന്റെ ചരിത്രം. കർമ്മല മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ റിപ്പോർട്ടറായ ഇസബെല്ല ഇപ്പോൾ കാർമൽ മലയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒപ്പം ലൈവിൽ ഇപ്പോൾ ഇസബെല്ല ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇസബെല്ലയെ ശ്രവിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന കർമ്മല മലയിലാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ. കാരണം കർമ്മല മാതാവിൻ്റെ തിരുനാളിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിനും അതുമാത്രമല്ല, ഏലിയ പ്രവാചകൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തത് ഈ മലയിൽ വെച്ചാണ്. ഏലിയ പ്രവാചകൻ ഒരു ദർശനം കണ്ടതായി പാരമ്പര്യം പറയുന്നു. കടലിൽ നിന്ന് മനുഷ്യന്റെ കൈപ്പത്തിയോളം വലുപ്പമുള്ള ഒരു ചെറിയ മേഘം ഉയരുന്നതായി അദ്ദേഹം കണ്ടു. പിന്നീട് സഭാപിതാക്കന്മാർ ഈ മേഘത്തെ ലോകത്തിന് രക്ഷകനെ നൽകാനിരുന്ന പരിശുദ്ധ കനിയ മറിയത്തിന്റെ പ്രതീകമായി വ്യാഖ്യാനിച്ചു. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടറായ ഇസബെല്ല കാർമൽ മലയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇസബെല്ലയെ നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കർമ്മല മലയിൽ തന്നെ മറ്റൊരു ഭാഗത്താണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം നിരവധി സന്യാസിമാർ ഇവിടെ താമസിക്കുകയും മാതാവിനെ സംരക്ഷയായി സ്വീകരിക്കുകയും പ്രാർത്ഥനയും ധ്യാനവും നിറഞ്ഞ ജീവിതം നയിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കർമ്മലീത്ത സഭ രൂപപ്പെട്ടത്. കാർമൽ മലയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിക്കുന്ന ഒരു സന്യാസിനി ഇപ്പോൾ നമ്മുടെ ലൈവിലുണ്ട്. ആ സന്യാസിയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. 13-ാം നൂറ്റാണ്ടിൽ കർമ്മലീത്ത സഭ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. അന്ന് കർമ്മലീത്ത സഭയുടെ തലവനായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. അങ്ങനെ 1251 ജൂലൈ 16 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ വെച്ച് പരിശുദ്ധ മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സഭാപാരമ്പര്യം പറയുന്നത്. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് ഒരു സ്കാപ്പുലർ നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇത് ധരിക്കുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും. ഈ സംഭവത്തിന് ശേഷം പരിശുദ്ധ കർമ്മല മാതാവിനോടുള്ള ഭക്തി ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ കത്തോലിക്കർ ആഘോഷിക്കുന്നു. ഈ തിരുനാൾ ദിനത്തിന്റെ സന്തോഷം നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി CMC ഉദയ പ്രൊവിൻസിന്റെ മീഡിയ കൗൺസിലറായ സിസ്റ്റർ മരിയറ്റ് ലൈവിലുണ്ട്. ഹായ് സിസ്റ്റർ. കർമ്മല മലയിൽ ആരംഭിച്ച ഈ ഉത്തരീയ ഭക്തി ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർമ്മല മാതാവിന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. ഹെവൻ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ സാറ ഷെയ്ജു.